ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലത്തീൻ വേദപാഠകം 17 ഞായർ. റോമാലേഖനം 8 അധ്യായം 28 മുതൽ 30 വരെ തിരുവചനങ്ങൾ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ നിശ്ചയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി യോജിച്ച് പ്രവർത്തിക്കുന്നുവെന്ന് നാം അറിയുന്നു. അവിടുന്ന് മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിശ്ചയിച്ചിരിക്കുന്നു. മുൻ നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതിമൽക്കരിച്ചു, നീതിമൽക്കരിച്ചവരെ മഹത്വപ്പെടുത്തി. വളരെ ചർച്ച ചെയ്യപ്പെടുന്ന, ചൂടേറിയ ചർച്ചകൾക്ക് വിധേയമായിട്ടുള്ള ഒരു തിരുവചനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ മുൻ നിശ്ചയം എന്ന വാക്കാണ് പ്രശ്നം. അവിടുന്ന് മുന്നറിഞ്ഞവരെ മുൻ നിശ്ചയിച്ചിരിക്കുന്നു. അവിടുന്ന് മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിശ്ചയിച്ചിരിക്കുന്നു. മുൻ നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതിമൽക്കരിച്ചു, നീതിമൽക്കരിച്ചവരെ മഹത്വപ്പെടുത്തി. ഇതാണ് ഈ മുൻ നിശ്ചയം. ദൈവമെല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോ നമ്മൾ തലയിലെഴുത്ത്, തലയിൽ വരച്ച വര, വിധി എന്നൊക്കെ പറയില്ലോ. അങ്ങനെ പലപ്പോഴും പറയും, തലയിലെഴുത്ത് മാറ്റാൻ കഴിയില്ല, തലയിൽ വരച്ചത് നമുക്ക് മായ്ച്ചു കളയാൻ കഴിയില്ല എന്നൊക്കെ നമ്മൾ പറയും. ആ വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ ആദ്യം നമ്മൾ ഓർക്കേണ്ടത്, ഈ തന്റെ നിശ്ചയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ദൈവത്തിന്റെ നിശ്ചയം എന്നത് ദൈവം ആസൂത്രണം ചെയ്ത രക്ഷാ പദ്ധതിയാണ്. ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചെന്ന് പറയുന്നത് അവൻ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത രക്ഷാ പദ്ധതിയാണ്. അതാണ് ഒന്നാമതായി ഓർക്കേണ്ടത്. അത് എന്താണെന്ന് 29-30 വചനങ്ങളിൽ ഇങ്ങനെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ 28ാമത്തെ വചനം നോക്കി, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ നിശ്ചയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി യോജിച്ച് പ്രവർത്തിക്കുന്നുവെന്ന് നാം അറിയുന്നു. അവിടുത്തെ നിശ്ചയപ്രകാരം എന്താണ് നിശ്ചയം? ദൈവം നിശ്ചയിച്ചിരിക്കുന്ന കാര്യം എന്താണ്? ദൈവം നിശ്ചയിച്ചത് രക്ഷാ പദ്ധതിയാണ്. ആ രക്ഷാ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി യോജിച്ച് പ്രവർത്തിക്കുന്നു. അതാണ് പൗലോസ്ലീഹ പറയണേ. ഈ യോജിച്ച് പ്രവർത്തിക്കുന്ന വചനം അത് 3 തരത്തിൽ വേണമെങ്കിൽ നമുക്ക് മൊഴിമാറ്റം ചെയ്യാം. ഒന്ന്, സ്നേഹിക്കുന്നവരോട് കൂടെ എല്ലാ കാര്യത്തിലും ദൈവം സഹകരിക്കുന്നു. ആർദ്രമായ രക്ഷാപദ്ധതിയുടെ ആത്മസാക്ഷാത്കാരത്തെയാണ് എല്ലാ കാര്യത്തിലും എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്നേഹിക്കുന്നവരോട് കൂടെ എല്ലാ കാര്യത്തിലും ദൈവം സഹകരിക്കുന്നു. അതാണ് ഒരു സാധ്യത. തന്നെ സ്നേഹിക്കുന്നവർക്ക് നന്മ വരുന്നതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ഒത്തുവരാൻ ദൈവം ഇടയാക്കുന്നു. അങ്ങനെ മൊഴിമാറ്റം ചെയ്യാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി യോജിച്ച് പ്രവർത്തിക്കുന്നുവെന്ന് 3ാമത്തെ ഒരു മൊഴിമാറ്റം. ഈ 3ാമത്തെ വ്യാഖ്യാനത്തിൽ ഒളിഞ്ഞിരിക്കുന്ന സംഗതി കുറെ കൂടെ തെളിച്ചു പറയുകയാണ് ആദ്യത്തെ 2 വ്യാഖ്യാനങ്ങളിൽ. അപ്പൊ ഇത് പരസ്പരം വൈരുദ്ധ്യമല്ല. ഒരു വചനം തന്നെ പലതരത്തിൽ മൊഴിമാറ്റം ചെയ്യാമെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ക്രിസ്ത്യാനികൾക്ക് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും പുറകില് ദൈവത്തിന്റെ ലക്ഷ്യവും പദ്ധതിയുമാണ് ഉള്ളത്. എല്ലാറ്റിന്റെയും നിയന്ത്രണം ദൈവത്തിന്റെ കയ്യിലാണ്. അത് നമുക്കൊരു വലിയ സന്തോഷമുള്ള സംഗതിയാണ്, ആശ്വാസമുള്ള സംഗതിയാണ്. നമ്മൾ ഈ ലോകത്തിലെ യുദ്ധവും വരും എല്ലാം കാണുമ്പോഴും നമ്മൾ പേടിച്ചു പോകാം. അപ്പോൾ ബെനഡിക്ട് മാർപ്പാപ്പ പറയാണ്, ഈ ലോക ചരിത്രത്തിന്റെ നിയന്ത്രണം കർത്താവിന്റെ വിരലുകളിൽ നിന്ന് വഴുതി പോകില്ല. ഈ ലോക ചരിത്രത്തെ നിയന്ത്രിക്കുന്ന ആ ചരടുണ്ടല്ലോ, ആ ചരട് കർത്താവിന്റെ കയ്യിൽ നിന്നും വഴുതി പോകില്ല. അപ്പൊ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ എപ്പോഴും ഒരുങ്ങിയിരിക്കണം എല്ലാത്തിനും. കാരണം ദൈവത്തെ കാണാൻ വേണ്ടി മരിച്ചങ്ങോട്ട് ചെല്ലുക എന്നുള്ളതാണ് ആത്യന്തികമായി നമുക്കുള്ള ലക്ഷ്യം. മരിക്കാതിരിക്കുകയല്ലോ, മരിച്ച ദൈവത്തോടൊപ്പം ആയിരിക്കുക. അതാണ് നമുക്ക് എല്ലാവർക്കും നൽകിയിരിക്കുന്ന ആത്യന്തിക ലക്ഷ്യം. അതിന് നമ്മൾ എപ്പോഴും ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ്. അവിടുന്ന് മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിശ്ചയിച്ചിരിക്കുന്നു. രക്ഷയുടെ പ്രക്രിയയില് ദൈവിക മുൻ നിശ്ചയത്തിനുള്ള പ്രാധാന്യമാണ് പൗലോസ് അങ്ങനെ ഊന്നി പറയണേ. ഓരോ വ്യക്തിയെയും സംബന്ധിച്ച് ഇങ്ങനെ ഒരു പൂർവ്വ നിശ്ചയം ഉണ്ടെന്നോ, അതോ ക്രിസ്ത്യാനികൾക്ക് ദൈവത്തെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു മുൻ നിശ്ചയം ഉണ്ടെന്നാണോ പൗലോസ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. ഒരുപക്ഷെ രണ്ടും പൗലോസ് ഉദ്ദേശിക്കുന്നുണ്ടാവും. വ്യക്തിപരമായ ഒരു മുൻ നിശ്ചയമുണ്ട്, ക്രിസ്ത്യാനികൾ എന്നുള്ള സംഘാതം, ആ സമൂഹത്തിന് മൊത്തത്തിൽ ഒരു മുൻ നിശ്ചയമുണ്ട് എന്നൊക്കെ ഉദ്ദേശിക്കാം.
ഇത് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ഈ മുൻനിശ്ചയം എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ഗ്രീക്ക് വാക്ക് പ്രോ ഹോറിറ്റ്സോ എന്നാണ്. പ്രോ ഹോറിറ്റ്സോ, തുടക്കം മുതലേ നിശ്ചയിക്കുക എന്നാണ് അതിന്റെ ഒരർത്ഥം. മുൻകൂട്ടി വിധി എഴുതുക എന്നൊരർത്ഥമുണ്ട്. പൂർവ്വ നിശ്ചയം എന്ന് നമ്മൾ പറയുമല്ലോ, എന്നൊക്കെയാണ് ആക്ഷരിക അർത്ഥം. ദൈവത്തിന്റെ നിത്യമായ ഉത്തരവ് പ്രകാരം ദൈവിക ദത്തെടുക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവിടുന്ന് മുന്നറിഞ്ഞവരെ അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപനാകുവാൻ മുൻ നിശ്ചയിച്ചിരിക്കുന്നു. അതായത് ദൈവത്തിന്റെ നിത്യമായ ഉത്തരവ് പ്രകാരം ദൈവിക ദത്തെടുക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എഫെസ്യ ലേഖനം 1:4 ആ സൂചനയുണ്ട്. ഇങ്ങനെ ഒരു മുൻനിശ്ചയം ഉണ്ടെന്ന് ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ വിശദാംശങ്ങളെ ഗ്രഹിക്കാനായിട്ട് നമുക്ക് വലിയ പ്രയാസമുണ്ട്. ഈശ്വര നിശ്ചയം അത് ദൈവഹിതമാണ് എന്നൊക്കെ വിശ്വാസികളും വിധി തലയിലെഴുത്ത് ശിരോലിഖിതം എന്ന് മറ്റുള്ളവരും ഇതിന് വിശേഷിപ്പിക്കാറുണ്ട്. നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന സംഗതി എന്താണ്? ഓരോ സംഗതിയും എന്ത്, എങ്ങനെ, എപ്പോൾ ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവത്തിനുണ്ട്. സങ്കീർത്തനം 135:6. എന്ത്, എങ്ങനെ, എപ്പോൾ ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവത്തിനുണ്ട്. അവന്റെ അനുഗ്രഹം സ്വീകരിക്കണോ തിരസ്കരിക്കണോ അതിനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുമുണ്ട്. റോമാലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെ വാക്യങ്ങൾ, പ്രഭാഷകൻ 15-ാം അധ്യായം 11 മുതൽ 13 വരെ വാക്യങ്ങൾ. എന്ന് വെച്ചാൽ ആരെങ്കിലും നിത്യമായി നശിച്ചു പോകണമെന്ന് ദൈവം മുൻകൂട്ടി നിശ്ചയിക്കുന്നില്ല. കത്തോലിക്ക സഭയുടെ മതബോധനം 1037. ആരും നശിച്ചു പോകാൻ ദൈവം തലയിൽ എഴുതിയിട്ടില്ല. ഒരു ശിരോലിഖിതമില്ല. തലയിലെഴുത്ത് നശിക്കാൻ വേണ്ടി ദൈവം ആരെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടില്ല. ഇത് മനസ്സിലാക്കാൻ നമുക്ക് എഫെസ്യ ലേഖനത്തില് 1:15 1:5 അർത്ഥം നമുക്ക് നോക്കാം. 1:15 1:5. തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് തന്റെ പ്രിയപ്പെട്ടവനിൽ നമ്മിലേക്ക് സൗജന്യമായി ചൊരിഞ്ഞ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻകൂട്ടി നിയമിക്കുകയും ചെയ്തു. സ്നേഹത്തിൽ നമ്മെ മുൻകൂട്ടി നിയമിച്ചെന്നാണ് എഫെസ്യ ലേഖനം 1:5. എന്താണ് ഈ മുൻകൂട്ടി നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ, മുൻകൂട്ടി നിയമിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പ്രോ ഹോറിറ്റ്സോ എന്നാണ്. മുൻകൂട്ടി നിശ്ചയിക്കുക, മുൻകൂട്ടി നിയമിക്കുക എന്നതിനൊക്കെ ഉള്ള ഗ്രീക്ക് വാക്ക് പ്രോ ഹോറിറ്റ്സോ. മുൻകൂട്ടി തീരുമാനിക്കുക, മുൻകൂട്ടി നിയമിക്കുക, മുൻകൂട്ടി നിർണയിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഈ ദൈവിക ദത്തെടുക്കലിന് വേണ്ടി ദൈവം നമ്മെ മുൻകൂട്ടി തീരുമാനിച്ച് തെരഞ്ഞെടുത്തു. ഓരോ വ്യക്തിയുടെയും വിധി മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നുവെന്നല്ല ഉദ്ദേശിക്കുന്നത്. ക്രിസ്തുവിലൂടെ രക്ഷിക്കപ്പെടുന്ന ദൈവമക്കളുടെ സാഹോദര്യത്തെ മുൻകൂട്ടി നിശ്ചയിച്ചുവെന്നാണ്. ഓരോ വ്യക്തിയുടെയും വിധി തലയിലെഴുത്ത് മുൻകൂട്ടി നിശ്ചയിച്ചെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. മറിച്ച് ക്രിസ്തുവിലൂടെ രക്ഷിക്കപ്പെടുന്ന ദൈവമക്കളുടെ സാഹോദര്യത്തെ മുൻകൂട്ടി ദൈവം നിശ്ചയിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു സമുദായത്തിലൂടെയാണ്, തിരുസഭയിലൂടെയാണ് ദൈവം വ്യക്തികളെ രക്ഷിക്കുന്നത്. ഇതാണ് ഈ മുൻനിശ്ചയം കേട്ടോ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു സമുദായത്തിലൂടെയാണ്, അതായത് കത്തോലിക്ക തിരുസഭയിലൂടെയാണ് ദൈവം വ്യക്തികളെ രക്ഷിക്കുന്നത്. മറ്റൊരു തരത്തിലും ദൈവത്തിന് വ്യക്തികൾ രക്ഷിക്കാൻ കഴിയില്ല എന്നല്ല അതിനർത്ഥം. അതല്ല ഉദ്ദേശിക്കുന്നത്. എന്നാൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി ക്രിസ്തു തന്റെ തുടർച്ചയായി ഭൂമിയിൽ സ്ഥാപിച്ചത് കത്തോലിക്ക തിരുസഭയാണ്. തീർച്ചയായും ഈ നിത്യമായ ഉത്തരവ് പുറപ്പെട്ടത് ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവര് കൃപയാൽ രക്ഷിക്കപ്പെടുമ്പോൾ അത് സാവകാശം ചരിത്രത്തിൽ ഇതൾ വിരിയുന്നതിനാൽ അനശ്വരമായ ഈ ഉത്തരവ് പ്രാബല്യത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നത് ആത്യന്തികമായി അവന്റെ ഈ ദൈവത്തിന്റെ തേജസ്സിലേക്ക് പ്രവേശിക്കും ചെയ്യും. അപ്പൊ ഈ ഗലാത്യ ലേഖനം 4:5 അത് പറയുന്നുണ്ട്. ഈ ഈ നിത്യമായ ഉത്തരവ് പുറപ്പെട്ട ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നാണല്ലോ. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവര് കൃപയാൽ രക്ഷിക്കപ്പെടുമ്പോൾ അത് സാവകാശം ചരിത്രത്തിൽ ഇങ്ങനെ ഇതൾ വിരിയും. അതാണ് ഗലാത്യ ലേഖനം 4:5 പറയണേ. അനശ്വരമായി പ്രാബല്യത്തിൽ ഇങ്ങനെ ഉത്തരവ് വന്നുകൊണ്ടിരിക്കും. പിന്നെ ആത്യന്തികമായി അതിനെ ദൈവത്തിന്റെ തേജസ്സിൽ കൊണ്ടുവരികയും ചെയ്യും. റോമാലേഖനം 8:23. രക്ഷയുടെ കാര്യത്തില് ദൈവത്തിന്റെ പരമാധികാരവും മനുഷ്യന്റെ സ്വാതന്ത്ര്യവും എന്നീ രണ്ട് വലിയ രഹസ്യങ്ങളെ മുറുകെ പിടിക്കുന്ന സിദ്ധാന്തമാണ് ദൈവിക മുൻനിശ്ചയം, പ്രീ ഡെസ്റ്റിനേഷൻ. അതിനാൽ
നീതിയുടെ സൽപ്രവൃത്തികളിലൂടെ തങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ സ്ഥിരീകരിക്കുന്ന പ്രേരകമായിട്ടാണ് ഈ മുൻ നിശ്ചയത്തെ വിശ്വാസികൾ കാണേണ്ടത്. 2 പത്രോസ് 1:10. എല്ലാം തലവിധിയാണ്. എന്ത് ചെയ്തിട്ടും കാര്യമില്ല. വിധിച്ച പോലെ വരൂ, വരാനുള്ളത് വഴിയിൽ തങ്ങില്ല. ഇങ്ങനെ ആധ്യാത്മിക കാര്യങ്ങളോ ധാർമ്മിക പ്രവൃത്തികളോ ചെയ്യുന്നതിൽ യാതൊരു അർത്ഥമില്ല എന്നെല്ലാം കരുതുന്ന ദോഷൈക ദൃക്കുകളാകരുത് നമ്മൾ. അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. പടച്ചൻ തലയിലൊരു വര വരച്ചിട്ടുണ്ടെന്നും അത് മാറ്റാൻ നമുക്ക് കഴിയില്ലെന്നും ചിലർ പറയുന്നു. എന്നാൽ ആരും നശിക്കാൻ വേണ്ടിയിട്ട് ദൈവം ആരുടെയും തലയിൽ ഒന്നും വരച്ചിട്ടില്ല. ദൈവം എല്ലാം മുൻകൂറായി നിശ്ചയിച്ചു വിട്ടുള്ളതിനാൽ നമ്മുടെ പ്രവൃത്തികൾക്ക് ഒരു കാര്യമില്ല. നല്ലോ ചീത്തയായിട്ട് ഒരു പ്രസക്തിയില്ലെന്ന് വിചാരിക്കരുത്. ഇപ്പൊ ചിലർ പറയാറില്ലേ, യൂദാസ് ഈശോയെ ഒറ്റപ്പെടുക്കണമെന്ന് ദൈവം നിശ്ചയിച്ചതാ, അത് മാറ്റാൻ യൂദാസിന് പറ്റുമോ? ഇങ്ങനെ ചിലർ ചോദിക്കും. യൂദാസ് നശിച്ചു പോകണമെന്ന് ഒറ്റപ്പെടുക്കണമെന്ന് ദൈവം മുൻകൂട്ടി തീരുമാനിച്ചിട്ടില്ല. അതല്ല മുൻകൂട്ടി നിശ്ചയിക്കുന്നത്. രക്ഷ പ്രാപിക്കുന്നവർ ഒരു സമുദായമായി തീരണമെന്നാണ് കർത്താവ് മുൻകൂട്ടി നിശ്ചയിച്ചത്. അല്ലാണ്ട് ഓരോരുത്തരും ഇല്ലേ അവർ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്തിട്ട് കാര്യമില്ല, ദൈവം എല്ലാം തലയിൽ വരച്ചു വെച്ചിരിക്കുകയാണ്, പടച്ചോന്റെ വര മാറ്റാൻ കഴിയില്ല, അങ്ങനെയൊന്നും ബൈബിള് പഠിപ്പിക്കുന്നില്ല, കർത്താവ് പഠിപ്പിക്കുന്നില്ല. ദൈവത്തിന്റെ നിഗൂഢ പദ്ധതിയിലേക്ക് പ്രവേശിച്ച് അവിടെ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടെത്താൻ നമുക്ക് കഴിയില്ല. എന്നാൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ വെളിപ്പെടുത്തിയ അനുശാസനങ്ങൾ നമുക്കറിയാം. അതാണ് ബൈബിള്. നിയമാവർത്തന പുസ്തകം 29:29. ഇസ്രായേലിയരുടെ തിരഞ്ഞെടുപ്പിൽ എന്ന പോലെ നമ്മുടെ യോഗ്യതകളോ അർഹതയോ നോക്കിയൊന്നും അല്ല കർത്താവ് തെരഞ്ഞെടുക്കണേ. കർത്താവ് നമ്മെ ദത്തെടുക്കുന്നതും. പക്ഷേ നമ്മൾ ദത്തെടുത്ത് നാം അവരിൽ വിശ്വസിച്ചാൽ ആ വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ഒരു കൂട്ടായ്മയാകും. ആ ദൈവമക്കളുടെ സാഹോദര്യം അത് ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതിയാണ് അവൻ മുൻകൂട്ടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ആ പദ്ധതിയിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ റോളുണ്ട്. ആ റോള് നമ്മൾ നിറവേറ്റണം. നമ്മുടെ റോളിനെ റദ്ദാക്കുന്ന തരത്തിൽ ദൈവം ഒരു കാര്യവും നശിച്ചു പോട്ടെ എന്ന് വിചാരിച്ച് ദൈവം തലയിൽ എഴുതില്ല. രക്ഷ പ്രാപിക്കാനുള്ള വഴികളെ അവൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ മുൻകൂട്ടി നിശ്ചയിക്കുന്നത് രക്ഷാ പദ്ധതിയാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാതെ തന്നെ ദൈവം ഈ സ്വാതന്ത്ര്യം, അതായത് സാഹോദര്യം, രക്ഷ പ്രാപിക്കുന്നവരുടെ ആ സാഹോദര്യം, അതിന് നമ്മൾ സഭ എന്ന് പറയണേ, അത് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. രക്ഷ പ്രാപിക്കാനായിട്ട് ദൈവം ഈ ഭൂമിയിൽ കണ്ടെത്തിയിരിക്കുന്ന വഴി തിരുസഭയാണ്. ക്രിസ്തുവിന്റെ തുടർച്ചയാണത്, എക്സ്റ്റൻഷനാണ്. ക്രിസ്തുവിന് വിശാലമാക്കിയാൽ അത് കിട്ടുന്നത് സഭയാണ്. അത് തിരുവചനങ്ങളെ അടിസ്ഥാനമിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. വചനത്തിൽ തന്നെ അടിത്തറയുള്ളതാണിത്. ഈ സഭയിൽ തെറ്റിപ്പോയാൽ രക്ഷയിൽ നിന്ന് തെറ്റിപ്പോകുന്നതാണ് അർത്ഥം. ഈ സഭയിൽ പുഴുക്കുത്തുകളുണ്ട്. വീണുപോയ പത്രോസിന്റെ മേലാണ് കർത്താവ് സഭ സ്ഥാപിച്ചത്. ഓടിപ്പോയ സ്ലീഹന്മാരുടെ മേലെയാണ്. മാനുഷികമായ പ്രശ്നങ്ങളൊക്കെ കർത്താവ് കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ തെറ്റിപ്പോയാൽ പോലും രക്ഷ പ്രാപിക്കാൻ വേണ്ടി കർത്താവ് ചെയ്തിരിക്കുന്ന സംവിധാനമാണ് കത്തോലിക്ക തിരുസഭ. എന്തിന്റെ ന്യായം പറഞ്ഞിട്ടാണെങ്കിലും അതിൽ നിന്ന് പുറത്തു പോകുക എന്ന് പറഞ്ഞാൽ രക്ഷയിൽ നിന്ന് പുറത്തു പോകുക എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നത് ഈ രക്ഷ പ്രാപിക്കുന്നവരുടെ, രക്ഷിക്കപ്പെടുന്ന ക്രിസ്ത്യാനികളുടെ സാഹോദര്യമാണ്. ആ രക്ഷിക്കപ്പെടുന്ന ക്രിസ്ത്യാനി സാഹോദര്യത്തെയാണ് കത്തോലിക്ക തിരുസഭ എന്ന് പറയണേ. അതിന്റെ ഘടനയും അത് തന്നെയാണ്. അതിന്റെ ആത്മാവെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. കത്തോലിക്ക തിരുസഭയുടെ ഈ ആത്മാവെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ കത്തോലിക്ക സഭ എന്ന് പറയണേ. അല്ലാതെ എല്ലാ കത്തോലിക്കലും പരിശുദ്ധരായതുകൊണ്ടല്ല. മാത്രമല്ല പരമപരിശുദ്ധനായ ക്രിസ്തു ഈ സഭയിൽ വസിക്കാൻ തീരുമാനമായി. അതുകൊണ്ടാണ് സഭ പരിശുദ്ധമായിരിക്കുന്നത്. ആ വസിക്കുന്നത് വളരെ മൂർത്ത രൂപത്തിലാണ് വിശുദ്ധ കുർബാന തുടങ്ങിയ കൂദാശകളിലൂടെ. അതുകൊണ്ടാണ് അത് പരിശുദ്ധമായിരിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കിയാൽ നമ്മൾ ഈ സഭയെ സ്നേഹിക്കുന്നതിൽ ആഴം കൂടും. പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവിടെ, അതൊന്നും നമ്മളെ തകർക്കില്ല. അതൊന്നും നമ്മളെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയല്ല, സത്യവിശ്വാസത്തിന് പോരാടാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുക. വിശ്വാസം ഒരു പോരാട്ടമാണ്. വെറും ഭക്തിയല്ല, നൊവേന ചൊല്ലുന്നതല്ല. വിശ്വാസം ഒരു പോരാട്ടമാണ്. സത്യവിശ്വാസത്തിന് വേണ്ടി പോരാടുന്നതാണ് വിശ്വാസം. അതാണ് വിശ്വാസം. വിശ്വാസം ഒരു യുദ്ധമാണ്, പോരാട്ടമാണ്.
അങ്ങനെ അല്ലാതെ വെറും ഭക്തിയായിട്ട് മാറ്റരുത്, വെറും നൊവേനകളായിട്ട് മാറ്റരുത്. തീർച്ചയായിട്ടും അതൊക്കെ സഹായിക്കും, ഭക്തി നൊവേനൊക്കെ സഹായിക്കാം. പക്ഷെ വിശ്വാസം ആത്യന്തികമായിട്ടൊരു യുദ്ധമാണ്. പൈശാചിക ശക്തികൾക്കെതിരെ, ഈ വിശ്വാസം തകർക്കുന്നവർക്കെതിരെ. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഈ രക്ഷ പ്രാപിക്കുന്ന, കൃപയാൽ രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടായ്മ രൂപപ്പെടും. ആ കൂട്ടായ്മയാണ് ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ അങ്ങനെ പറയാൻ പറ്റുക. നിങ്ങളിത് ഇതും ഗഹനമായ വിഷയമാണ്. പക്ഷേ നമ്മളെല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, യൂദാസ് ഒറ്റിക്കൊടുക്കുമെന്ന് കർത്താൻ അറിയാമായിരുന്നില്ലേ, പിന്നെ എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു? അല്ലെങ്കിൽ അങ്ങനെ അറിയാമായിരുന്നെങ്കിൽ അവന്റെ തലയിലെടുത്ത് മാറ്റാൻ അവന് കഴിയുമായിരുന്നോ? ഇതൊക്കെ നമ്മൾ ചോദിക്കുന്നു. അതിനുള്ള ഉത്തരമാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മുടെ വ്യക്തിപരമായ തീരുമാനങ്ങളെല്ലാം കർത്താവ് എടുത്തു വെച്ചിരിക്കുന്നതെന്നല്ല, അതൊക്കെ നമ്മൾ ചെയ്യണം. മുൻകൂട്ടി നിശ്ചയിച്ചത് എന്താണെന്നാണ് ഞാൻ ഇപ്പം വെളിപ്പെടുത്തിയത്. അപ്പോൾ യൂദാസിന്റെ കാര്യത്തിലും നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടും. ഈ ടോക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.